നമ്മളിന്ന് രാവിലെ എനിക്കാൻ കുറച്ച് നേരം വൈകിട്ടോ. എനിറ്റതാണെങ്കി 11 മണിക്ക്. 11 മണിക്ക് എനിക്ക് നോക്കിയപ്പം നല്ല വിശപ്പും, വീട്ടിലാണെങ്കിൽ ഭക്ഷണമൊന്നുമില്ല. അപ്പൊ വിചാരിച്ചു രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാന്ന്. രാവിലെ അല്ല, സത്യം പറഞ്ഞ ഉച്ചയായി, 12 മണിയായി എല്ലാം കഴിഞ്ഞ് റെഡിയായപ്പോ. അപ്പൊ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി കഴിക്കാൻ പോവാന്ന് വിചാരിച്ചു. അതിനെ ഇറങ്ങാണ് കേട്ടോ. അപ്പൊ നാഷണൽ ഡേ എടുക്കുകയാണല്ലോ, അതിനോടനുബന്ധിച്ച് നമ്മുടെ റോഡുകളൊക്കെ മുഴുവൻ കൊടികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ തവണ ലൈറ്റ് ഡെക്കറേഷൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾക്ക് രാത്രി ഒന്ന് ഇറങ്ങി വെക്കാം വല്ല ലൈറ്റ് ഡെക്കറേഷൻ ഒക്കെ ഉണ്ടോ എന്നുള്ളത്. നമ്മള് ഇമ്പീരിയലിൽ ഒന്ന് കയറിയിട്ടോ, ആൽക്കുവേറിലുള്ളത്. ഇമ്പീരിയലില് വീക്കെൻഡ് സ്പെഷ്യൽ മെനുകളുണ്ട്, നല്ല അടിപൊളി സംഭവങ്ങളാണ്. നമ്മള് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വരും. അപ്പൊ കാണിച്ചു തരാം. എന്താ എന്താ കളിക്കാൻ പോണ? എന്ത് ഗെയിമാ? ഓക്കെ, നമ്പർ ഗെയിം കളിച്ചാ എങ്ങനെയാണ്? ഓക്കെ, ആ ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് കളിക്കേ. നമ്മുടെ ഫുഡൊക്കെ ഓരോന്നോരോന്നായി വന്നിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് ബിരിയാണിയാണ്, ചിക്കൻ ദം ബിരിയാണി. ബിരിയാണിയുടെ കൂടെ നമുക്കിവിടെ 3 സാലഡുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു കൊച്ചുള്ളി ബാസ ഉണ്ട് കേട്ടോ. ബാസ ഫിഷ് കൊച്ചുള്ളിയിലിട്ട് ഉണ്ടാക്കിയതാണ് സംഭവം. അച്യുത അവിടെ ചിക്കൻ ബിരിയാണി കഴിച്ചോണ്ടിരിക്കണം. കുറച്ച് അധികം എടുത്ത് കഴിക്കണോ, ഓരോ മണി എടുത്ത് കഴിക്കാതെ. പിന്നെ നമുക്കിവിടെ ഒരു കായൽക്കൂട്ട് പൊള്ളിച്ചതുണ്ട് കേട്ടോ. അതില്ല, നല്ല വാഴയിലൊക്കെ പൊള്ളിച്ച് അടിപൊളിയായി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതില് പിന്നെ എല്ലാ മീൻ വർഗ്ഗങ്ങളും ഉണ്ട് കേട്ടോ. മീന്, ക്രാബ്, സ്ക്വിഡ്, പ്രോൺസ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. സംഭവം കണ്ടിട്ട് അടിപൊളിയാന്ന് തോന്നുന്നു. ഇത് ചുട്ടതാണ് കേട്ടോ. ചുട്ടിട്ട് പിന്നെ മസാല ആക്കിയതാന്ന് തോന്നുന്നു. നമ്മുടെ കൊച്ചുള്ളി ബാസ് എങ്ങനെ ഉണ്ട് നോക്കട്ടോ. ഒരു ബാസ് അങ്ങോട്ട് എടുത്ത് വെച്ച് റൊട്ടി അങ്ങോട്ട് പിടിച്ച്, ബാസ് സോഫ്റ്റ് ആട്ടാ. ബാസ പൊളിച്ചു, നല്ല എരിവുണ്ട്, അടിപൊളിയാണ്. കായൽക്കൂട്ടം എങ്ങനെയുണ്ട്? എന്തിനാ കാണിച്ചത്? പകുതി ഉണ്ട്. കായൽക്കൂട്ടം അടിപൊളി കേട്ടോ, നല്ലതാണ്. നല്ല മസാല, നല്ല ചൂടുണ്ട്, അടിപൊളി. താനും ക്രാബിനെ പരീക്ഷിക്കണ്ട, എടുത്ത് കഴിക്കണേ. വീശിക്കോളാം പ്ലേറ്റിലേക്ക് എടുത്തിട്ട്. നമ്മളൊരു മിനി ഫലൂഡയും പിന്നെ അച്ചുവും ഞോഞ്ഞും ഇവിടെ ഓരോ ചോക്ലേറ്റ് ഐസ്ക്രീമും കഴിച്ച് നമ്മൾ ഇമ്പീരിയലിനോട് വിട ചൊല്ലി പിരിയാണ് കേട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർക്ക് കുറച്ച് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക കേട്ടോ. എന്തൊക്കെയാ ഒരു വാങ്ങണമെന്ന് നോക്കാം. കഴിഞ്ഞില്ലേ, കുറെ നേരമായല്ലോ. എല്ലാം എടുത്തോ? ഇത് എന്തിന്റെയൊക്കെയാന്ന് പറഞ്ഞേ? എല്ലാം കോമ്പറ്റീഷന് പങ്കെടുത്തതിന്റെ അല്പം എല്ലാവരും എല്ലാ ഗിഫ്റ്റും കിട്ടിയില്ലേ? ഇനി ഒന്നും പെൻഡിങ് ഇല്ലല്ലോ. അച്ഛൻ എന്താ എടുത്ത്? പോഷ് എടുത്തോ? പോവാന്നാ? ആ, അത് സ്പോർട്സ് ഡേ കഴിഞ്ഞിട്ടില്ലല്ലോ, കഴിയുമ്പോഴല്ലേ. കഴിഞ്ഞിട്ട് വാങ്ങാം. അച്ചു കാറ് പൊളിച്ചോ? ഇത് ഏതാ കാർ? ഇത് പോഷാണോ? എസിക്ക് എന്താ എസിയാ? ഇതെന്ത് സാധനം? അത് ഞോഞ്ഞിട്ടെന്താ ആ സാധനം എവിടെ? ഇത് വാങ്ങാനായിരുന്നു ഇത്രയും നേരം തെരഞ്ഞു കിടക്കണ്ടായിരുന്നു. എന്ത് സാധനം? ഇങ്ങോട്ട് കാണിക്കാൻ നല്ല കാണാൻ പറ്റുള്ളൂ. ഇതിനെന്തോ പറയല്ലോ, നാട്ടില് പണ്ട് കളിക്കണ്ടായിരുന്നില്ലേ ഈ ചിത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് റെഡിയാക്കാൻ വേണ്ടിട്ട് അല്ലേ? പസിലാണ്. ആ, ചിത്രങ്ങളൊക്കെ മാറി ഷഫൽ ചെയ്ത് പിന്നെ വീണ്ടും റെഡിയാക്കുക. അതിന്റെ ഉള്ളില് ഒരു ബുക്കും. ആ ബുക്കിന്റെ കവറിന്റെ മുകളിലല്ലേ ഗെയിം? ഗുഡ്. മോളിലും ഷോപ്പിലൊക്കെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിട്ടാ. ഫുൾ ക്രിസ്മസ് വൈബായി തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ ട്രീ ആയി, ക്രിസ്മസിന്റെ ഗിഫ്റ്റുകളായി. ഇതെന്താടോ, ബുക്കാ? ഓ, ഇത് ബുക്കല്ല അല്ലേ, ഇത് ചോക്ലേറ്റ് ആട്ടാ. ആണല്ലേ? എന്തായാലും വാങ്ങണ്ട. പക്ഷെ ഇതിലൊന്നും കാണാനല്ലോ, വെയിറ്റ് ഒന്നും ഇല്ലല്ലോ ഇതിന്.
എന്ത് ചെറിയ പീസ്? 24 മിൽക്ക് ചോക്ലേറ്റ്. പക്ഷെ ഇതിന് ഭാരമില്ല. നമ്മളിവിടെ മോളില് കൊറേ നേരമായി തെണ്ടി തിരിഞ്ഞൊക്കെ ഇറങ്ങി നടക്കണോട്ടാ. എന്തൊക്കെയോ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിയില്ല. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കായിരുന്നു. അവസാനം എന്താ ഒരു കാപ്പി കുടിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഡൻകിനിൽ വന്നിരിക്കുകയാണ്. യസിതാ ഒരു ഡൻകിന്ന് ഒരു മോൺസ്റ്റർ, മിസ്റ്റർ മോൺസ്റ്റർ എന്താ പറയാ, ഡോണറ്റ് വാങ്ങിയിട്ടുണ്ട്. യസി ഞോഞ്ഞ എന്താ വാങ്ങിയിരിക്കണ? ബിസ്കോഫ് എന്ന് പറയുന്ന ഒരു ഡോണറ്റും വാങ്ങിയിട്ടുണ്ട്. ഇരുന്ന് വീശാട്ടാ. നമ്മളിവിടെ 2 കാപ്പിയും വാങ്ങിയിട്ടുണ്ട്. അച്ഛന് കാപ്പി വേണ്ടേ? ഒരു കോഫി അടിക്കടേ. ഐസ്ക്രീമാ? മക്ഡൊണാൾഡ്സ് ഐസ്ക്രീം വേണോ? ഓക്കെ, ഒരു മക്ഡൊണാൾഡ്സ് ഐസ്ക്രീം വാങ്ങാൻ പോണ വഴിക്ക് അലഞ്ഞൊരു വിധായിട്ടോ. സമയാണെങ്കിൽ 6:30 മണിയായി. നമ്മളിതാ ഇപ്പൊ മോളിന്ന് ഇറങ്ങി. നമ്മള് ഒരു 12:30 എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ സമയം 6:30 നമ്മളിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും നടന്നില്ല കേട്ടാ. വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു മാത്രം. റോട്ടിലൊക്കെ കാര്യമായിട്ട് ഒരു ദീപാലങ്കാരങ്ങളൊന്നും ഇല്ല കേട്ടാ. കണ്ടില്ലേ, ചെറിയ രീതിയില് അവിടെ ഇവിടെയൊക്കെ ഉള്ളു. ഇത് പാൽക്കോറിൽ കൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കണ. പണ്ടൊക്കെ ആണെങ്കിൽ ഈ സെൻട്രലിലുള്ള കൊടികളുടെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഈ ലൈറ്റ് ഡെക്കറേഷൻ ഇങ്ങനെ തൂക്കി ഇട്ടുണ്ടാവും. ഇപ്രാവശ്യം അതൊന്നും കാണാനില്ല. എന്താണെങ്കിലും അവിടെ ഇവിടെയും ചെറിയ രീതിയിലൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റ് ഡെക്കറേഷൻ, അത്രമാത്രം. സരൂജ് ഭാഗത്തുള്ള മരങ്ങളുടെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ഉണ്ട് കേട്ടോ. എല്ലാ മരത്തിന്റെ മുകളിലും ഇങ്ങനെ നിരയായിട്ട് ലൈറ്റ് ചുറ്റിയിട്ടുണ്ട്. ഇപ്പൊ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിട്ടോ. ഇനി നമുക്ക് ഇന്നൊരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. ഇന്നലെ നമ്മുടെ അച്ചുവിന്റെ പല്ലൊരെണ്ണം, ആദ്യത്തെ പല്ല് ഒഴിയെന്നല്ല പറയാ, എന്താ പറഞ്ഞു, ഞോഞ്ഞിയുടെയും മെസ്സിയുടെയും ഒക്കെ ആദ്യത്തെ പല്ല് പറഞ്ഞ സമയത്ത് നമ്മള് പല്ല് ഫെയറിക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ നമ്മൾ ഭദ്രമായിട്ട് ഒരു കവറിൽ എന്താ പറയാ സൂക്ഷിച്ച് എടുത്തു വെക്കും. അപ്പോൾ രാത്രി വന്നിട്ട് ഫെയറി വന്നിട്ട് പല്ല് എടുത്തു കൊണ്ടുപോകും. എന്നിട്ട് പല്ലിന്റെ പകരം അവിടെ ഒരു ഗിഫ്റ്റ് വെക്കും. അതാണ് അതിന്റെ ഒരു ഐതിഹ്യം. ഓക്കെ, അപ്പോൾ അച്ചുവിന്റെ അതാണ് പരിപാടി. പക്ഷെ ഇന്നലെ അച്ചുവിന്റെ പല്ല് പറഞ്ഞത് അച്ചു സ്കൂളിലുള്ളപ്പോഴാ. അച്ചു ആണെങ്കിൽ ആ പല്ല് എടുത്തിട്ട് അച്ചുവിന്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ. ആ അച്ചുവിന്റെ ഫ്രണ്ട് ആ പല്ലെടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടു. അങ്ങനെ അച്ചുവിന്റെ പറഞ്ഞ പല്ല് കാണാനില്ല. അപ്പൊ അത് കാരണം ഇപ്പൊ ഫെയറിക്ക് എന്ത് കൊടുക്കും എന്നുള്ളതാണ്, ഫെയറി ഗിഫ്റ്റ് എങ്ങനെ കൊണ്ടുവരുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അച്ചുവിന് നമ്മൾ ഒരു പ്രതിവിധി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അച്ചുവിന്റെ പല്ലിന്റെ ഷേപ്പിലുള്ള ഒരു പേപ്പർ പല്ലുണ്ടാക്കുക, അത് എന്നിട്ട് വെക്കുക. അപ്പോൾ ഫെയറി ഗിഫ്റ്റ് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ്. എന്തായാലും അച്ഛന്റെ പറഞ്ഞ പല്ല് നമുക്കൊന്ന് കാണാം. അച്ചു പറഞ്ഞ പല്ലെന്ന് കാണിച്ചു കൊടുത്തേ. ഈ കാണിച്ചു കൊടുത്തേ. ഈ കാണിച്ചേ. അപ്പൊ അതാണ് അച്ചുവിന്റെ പറഞ്ഞ പല്ല്. അപ്പോൾ നമ്മൾ ഇന്ന് ഡമ്മി പല്ല് റെഡിയാക്കി ഫെയറിക്ക് വേണ്ടി വെക്കുകയാണ്. നോക്കാം നമുക്ക് നാളെ രാവിലെ ഫെയറി ഗിഫ്റ്റ് ആയിട്ട് വരുമില്ല എന്നുള്ളത്. അത്തേ, തന്റെ ഡമ്മി പല്ലൊന്ന് കാണിച്ചേ, ഫെയറിക്ക് കൊടുക്കാനുള്ളത്. തുറക്കത് എവിടെ പല്ല്? അതിന്റെ ഉള്ളിലുണ്ട്, അതും കളയണ്ട നീ. ഇതാട്ടോ അച്ചുവിന്റെ പല്ല്. അപ്പൊ നമുക്കിത് ഫെയറിക്ക് വേണ്ടിട്ട് എടുത്തു വെക്കാം. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് നോക്കാം ഫെയറി ഗിഫ്റ്റ് കൊണ്ടുവരില്ലേ എന്നുള്ളത്. ഓക്കെ, എന്നാ പാ റൂമിലേക്ക് പോ. ബെഡ്റൂമിൽ എടുത്തു വെക്കാം. അങ്ങനെ അതാ അച്ചുവിന്റെ പല്ല് സ്ഥാപിക്കുന്നു. ഇവിടെ സുരക്ഷിതമായി വെച്ചിട്ടുണ്ട് അച്ചുവിന്റെ പല്ല്. ഓക്കെ, അപ്പൊ നാളെ കാണാം. ലെറ്റ്സ് സീ ടുമോറോ. അച്ചു ഫെയറി വന്നു. ഫെയറി വന്നു. നോക്ക്, ഫെയറി എന്തോ കൊടുത്തിരിക്കുന്നു. ഫെയറി വന്നു. ഫെയറി കൊടുത്തിരിക്കുന്നു. എന്താ ചെയ്യേ? ഞാനല്ല മേടിച്ചേ. ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല. ഫെയറിയാ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ
അവസാനം അച്ചുവിന് പല്ല് പോയതിന്റെ ഗിഫ്റ്റ് കിട്ടിയിട്ടാ ഫെയറിയുടെ വക. എന്താ നിങ്ങൾക്ക് എങ്ങനെയാ ഫെയറിയല്ലേ അവനുണ്ട്? ഫെയറിയല്ലേ ഗിഫ്റ്റ് ഉണ്ട്? ഞാനല്ലല്ലോ ഫെയറിയല്ലേ ജോനിയെ. ജോനി എനിക്കണോ ഫെയറിയല്ലേ ഗിഫ്റ്റ് ഉണ്ട്? ഞാനല്ലല്ലോ. എനിക്ക് എന്തോ ഫെയറി കൊടുത്ത് 2 കാറൊക്കെ കിട്ടിയെന്ന് എനിക്ക്. ഓപ്പൺ ആക്കണോ? കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയ പോരെ? ഗുഡ് ഗിഫ്റ്റ് ആണ് അച്ചുവേ. ഇഷ്ടപ്പെട്ടാ? ഇന്ന് നമ്മുടെ ഞോഞ്ഞിയുടെ സ്പോർട്സ് ഡേ ആട്ടോ. ഞോഞ്ഞി നമ്മുടെ എന്താ പറയാ, എന്തിലൊക്കെയാ ഞോഞ്ഞി ഉള്ളത്? ഞോഞ്ഞി യോഗയ്ക്കും റിലേ റേസിനും ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഞോഞ്ഞിയുടെ കായിക പ്രകടനങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഞോഞ്ഞി അപ്പൊ പൊരിച്ചോളോട്ടോ. ഓൾ ദ ബെസ്റ്റ്. ബൈ. അവിടെ നിങ്ങൾക്ക് അവരുടെ ക്ലാസ് വൈസ് ഗ്രൂപ്പ് വൈസ് ക്ലാസ് ഒന്ന് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത് കാണാം പിള്ളേരെ. ഞോഞ്ഞിയുടെ വരുന്നത് ഗ്രീൻ ഹൗസ് ആണ്. ഗ്രീനിന്റെ പേര് അക്ബർ എന്നാണ്. 4 ടീമിന്റെയും മാർച്ച് പാസ്റ്റോട് കൂടിയിട്ട് നമ്മുടെ പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ് കേട്ടോ. അടുത്തത് യോഗ ഡെമോൺസ്ട്രേഷൻ ആണ്. ഇതാ നമ്മുടെ പിള്ളേരൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഹൗസ് വൈസ്. അപ്പം ഇത്രയായിരുന്നു നമ്മുടെ യോഗ അഭ്യാസങ്ങൾ. പിള്ളേരൊക്കെ നല്ല അടിപൊളിയായി ചെയ്തു കേട്ടോ. അതാ എല്ലാവരും യോഗ മാറ്റ് മടക്കി പോവാണ്. ഞോഞ്ഞൊക്കെ നല്ല അടിപൊളിയായി ചെയ്തു, തകർത്തു. യോഗ കഴിഞ്ഞു. ഇതാ ഇവിടെ ഒരു റിലേ റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ ഹൗസ് ആണ് ഞോഞ്ഞി. ഇതാ ശക്തമായൊരു മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞോഞ്ഞി 3rd പൊസിഷനിലാണ്. അതാ 3rd പൊസിഷനിൽ ഫിനിഷ് ചെയ്യുകയും ചെയ്തു കേട്ടോ. We now have the winners of Class 4 girls of the inter-house relay 4x100 meters. The 3rd position goes to Akbar House, Yara, Gaurangi, Leena and Nakshatra. 2nd position goes to Tagore House, Ashoka House, Alia, Ritika, Shrestha and Merlin. And the 1st position goes to Tagore House. ഓ ലേഡി, കൺഗ്രാചുലേഷൻ, മബ്രൂക്ക്. അല്ലല്ലോ, ഓവറോൾ ഫസ്റ്റ് അല്ലേ അക്ബർ? ഫോർത്താ കിട്ടിയുള്ളൂ. അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ. ഇന്ന് രാവിലെ ഓട്ടം തുടങ്ങിയതാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഞോഞ്ഞിതവിടെ നിൽക്കണ്ട് മെഡലായിട്ട്. ഈ മെഡൽ നൂരുണ്ടോ? ഉറങ്ങുമ്പോ ഈ മെഡൽ ഇട്ടിട്ട് ഉറങ്ങണ
സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വേണ്ട. അപ്പൊ എല്ലാരും ബൈ പറഞ്ഞേ. അതെ ബൈ 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 ബൈ.